കൊല്ലത്ത് യൂണിവേഴ്സിറ്റി അംഗീകൃത കോളേജ് ബാങ്ക് ജപ്തി ചെയ്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങി. കടക്കൽ കോട്ടപ്പുറം PMSA കോളേജാണ് ബാങ്ക് ജപ്തി ചെയ്തത്. കോളേജ് ജപ്തിയായെന്നാണ് മാനേജ്മെന്റ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പം നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുമ്പം 6 ദിവസത്തിനകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങുകയാണ്. പക്ഷേ അത് സെൻറ്റർ എവിടെയാണെന്നോ പോരാത്തതിന് ബാക്കിയുള്ള എഴുതാൻ പറ്റുമോ പോലും നമുക്കൊരു ഉറപ്പില്ല. അപ്പം ഞങ്ങൾക്ക് കണ്ടിന്യൂ ഓക്കെയാണ്. പക്ഷേ കോളേജുകാർ നേരെ പോയി യൂണിവേഴ്സിറ്റി കൊടുത്തതെന്ന് വെച്ചാൽ ആ കോളേജിൽ എക്സാം എഴുതാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. MBA കോളേജാണ്, യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിൽ ഫെസിലിറ്റി ഇല്ലെന്ന് പറയുന്ന കാര്യം അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മളൊരു വിദ്യാർത്ഥികൾക്കും അവിടെ പഠിക്കാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഞങ്ങൾ ഇത്ര വിദ്യാർത്ഥികളിൽ ആരും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തില്ല. ഞങ്ങൾ എക്സാമിൻ്റെ ഒരു കാര്യം പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ നിങ്ങൾ ഇന്ന് ഇൻറ്റേർണൽ എക്സാം എഴുതുന്നവരെ അവർ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ സെൻറ്റർ എന്ന് പറഞ്ഞു. പക്ഷേ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ വിളിച്ച് പറയാൻ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സുജിത് സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. സുജിത്ത്, ഈ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് വലിയ ആശങ്കയാണ്. പരീക്ഷ എടുത്തിരിക്കുന്നു, പക്ഷേ സെൻറ്റർ എവിടെയൊന്നോ അല്ലെങ്കിൽ തുടർ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെയും ആശങ്ക. ഈ കോളേജ് അധികൃതർ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? അവർക്ക് ഇനി അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമേ ഇല്ലെന്നാണ്. ഗോകുൽ, BCom, BBA, BSc തുടങ്ങി 5ഓളം കോഴ്സുകളിലായി നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജായിരുന്നു കടക്കൽ കോട്ടപ്പുറത്തുള്ള ഈ PMSA കോളേജ്. ആ കോളേജിൽ കഴിഞ്ഞ ജൂൺ 26-നായിരുന്നു ഇവർക്ക് അവസാനത്തെ അധ്യയനം ലഭിച്ചത്. അതിനുശേഷം അന്ന് ഈ കോളേജിൽ SBI ബാങ്ക് വലിയ ബാധ്യതയെ തുടർന്ന്, ഈ കോളേജ് അധികൃതർക്കുള്ള വലിയ ബാധ്യതയെ തുടർന്ന് ഈ കോളേജിൽ അടച്ചുപൂട്ടുകയും അവിടെ നോട്ടീസ് പതിക്കുകയും ചെയ്തു. അതിനുശേഷം കോളേജ് പൂട്ടി സീൽ വെക്കുകയും ചെയ്തു. ഇതോടുകൂടി ക്ലാസ് മുറിക്ക് പുറത്തായ ഈ കോളേജിന് പുറത്തായ കുട്ടികൾക്ക് പിന്നീട് പഠിക്കാൻ ഈ കോളേജിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. കുട്ടികൾ പ്രതിഷേധം ആരംഭിച്ചതോടുകൂടിയാണ് സമീപത്തുള്ള മറ്റൊരു കോളേജിലേക്ക് ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചത്. പക്ഷേ അവിടെ വാടക പോലും നൽകാൻ ഇവർ തയ്യാറാകാതിരുന്നതോടെ ഇന്ന് ഈ കുട്ടികളെ അവിടെ നിന്നും ഇറക്കി വിടുകയായിരുന്നു. അതായത് ഈ സിൻഡിക്കേറ്റിൽ നിന്നിൻ്റെ തീരുമാനമാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ് ഇത്തരത്തിൽ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരെ അവിടെ നിന്നും ഇറക്കി വിട്ടത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് പരീക്ഷയടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ, ലാബ് എക്സാം ഉൾപ്പെടെ ആരംഭിക്കാനുള്ള തീരുമാനമാണ്, ആരംഭിക്കേണ്ട തീയതികളാണ്. പക്ഷേ എവിടെയാണ് ഇവരുടെ പരീക്ഷാ സെന്റർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാവി വല്ലാത്തൊരു കടക്കൽ PMSA കോളേജിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക അത് വളരെ വലുതാണ്. അവരുടെ പരീക്ഷ തുടർ പഠനം ഈ കാര്യങ്ങളിലൊക്കെയും കോളേജ് അധികൃതർ ഇടപെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.